അഭിലാഷ് ഒറ്റ കാര്യം, മലപ്പുറം ആരുടെ ഇവർക്ക് കുത്തക എഴുതി കൊടുത്തത്? ഇവരാരാ മലപ്പുറത്തിന്റെ? വിളിച്ചു പറയാ, നിങ്ങൾ കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. കേസർ എന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാം എന്ന് പറഞ്ഞ ഹിന്ദുവിനെ സമീപിക്കുന്നതെന്ന് മാത്രമല്ല, ഹിന്ദുവിന്റെ ലേഖിക കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ എടുക്കുന്ന മുറിയിൽ ഈ ഏജൻസിയുടെ 2 പ്രവർത്തകർ ഇരിക്കുകയാണ്. എന്നിട്ട് അഭിമുഖം 30 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് കൂടാതെ ഇതുകൂടി ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് രേഖാമൂലം ഈ ഏജൻസി ഒരു ലെറ്റർ ആ പത്രത്തിന് കൊടുക്കുകയാണ്. അതാണ് അവർ ഉൾച്ചേർത്തിരിക്കുന്നത്. ആ പത്രത്തെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഡയലോഗ് ഗായത്രിക്ക് ആള് മാറി എന്നാ തോന്നുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറാണ്. ഇപ്പോ ഇവിടെയുള്ള പ്രശ്നം എന്താ അഭിലാഷേ? വല്ലാത്ത രീതിയിൽ ഒരു ധ്രുവീകരണത്തിന് അന്തരീക്ഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു സമുദായത്തെ ആകെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് സകല ചാനലുകളും അതോടൊപ്പം യൂട്യൂബ് ചാനലുകളും ഒക്കെ വിദ്വേഷം അങ്ങ് അതിന്റെ പാരമ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇത്ര ഹിന്ദു പോലെയുള്ള ഒരു പത്രത്തിന് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും PR ഏജന്റിന്റെ ഒരു കുറിപ്പ് കൂടി കൂട്ടി കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് എനിക്കേതായാലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇത് പറയാനായിട്ടാണ് താൻ ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്യുന്നത് ഈ PR ഏജൻസി. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ PR ഏജൻസിയുടെ 2 എക്സിക്യൂട്ടീവുകൾ മുഖ്യമന്ത്രിയുടെ ഇടതും വലത്തും അവർ രേഖാമൂലം കൊടുക്കുന്ന കാര്യം ഹിന്ദു എന്ന പത്രത്തിന് അവരുടെ ഈ മാറ്ററിൽ ഉൾക്കൊള്ളിക്കേണ്ടി വരുന്നു. 3 ആഴ്ച മുൻപ് ഗൾഫിലെ ഖലീജ് ടൈംസിനും ഇതേ PR ഏജൻസിയാണ് പിണറായി വിജയന്റെ അഭിമുഖം കൊടുക്കുന്നത്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. ഈ ഹിന്ദു എന്ന് പറയുന്ന പത്രം ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പലരും പരിഹസിക്കാറുണ്ട്. ഇടതുപക്ഷത്തിന് നല്ല ഇടം നൽകുന്ന SFIയുടെ പഴയ നേതാവ് N. റാം അതിന്റെ അധ്യക്ഷം വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ മുക്തകണ്ഠം പ്രശംസിക്കാറുള്ള, കേരളത്തിൽ ഇടതുഭരണം വേണമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി അഭിപ്രായപ്പെട്ട N. റാമിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളിൽ നടക്കുന്ന ഒരു പത്രം അതെങ്ങനെയാണ് വേറൊരു നിലപാടെടുക്കുക? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഹിന്ദുവിൽ കൊടുക്കേണ്ടി വന്നാൽ N. റാമിനെ ബന്ധപ്പെട്ടാ പോരെ? എന്തിനാ ഇങ്ങനെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചു? അല്ലെങ്കിൽ അതിന്റെ ഇപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? എനിക്കറിയില്ല. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ഏജൻസിയുടെ ആവശ്യമുണ്ട് ഇതിനെ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ. എന്താ വിശ്വാസമാവില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. പിന്നെ ലവ് ജിഹാദ് സഖാവ് ഒരു DYFI പ്രവർത്തകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്, 2 പേരും 2 വ്യത്യസ്ത സമുദായത്തിൽ ജനിച്ചവരാണ്. അവിടെ വലിയൊരു പ്രശ്നമുണ്ട്, ഒരു വലിയ പ്രതിഷേധം നടന്നു. എന്തിനാ ലവ് ജിഹാദാണോന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ CPMന്റെ നേതാവായിരുന്ന മുൻ MLA ആയിരുന്ന ജോർജ് തോമസ് ആയിരിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തന്നിട്ടുള്ള കൈപ്പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. പിന്നെ സ്വാമി പണിക്കിറങ്ങി അയ്യപ്പ കോപം വരുത്തി വെക്കണ്ട, ചുമ്മാതെ നോക്കി നിന്നേച്ചാ മതി കേട്ടാ. സ്വാമി ശരണം. ആ വാക്ക് കേരളത്തിൽ ഉപയോഗിച്ച CPM നേതാവ് ജോർജ് തോമസ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വസീഫിന്റെ ജില്ലയായ കോഴിക്കോട്ട് ഇപ്പൊ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. എളമരം കരീം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് പോവാണ്. തീവ്രവാദ സംഘടനകളുടെ ഭാഗമാകുന്നു. എന്താ ഇവിടെ സുഗതന നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് ആ കുട്ടികളെ അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞതിന് അതാ ഈ പാർട്ടി പറയാനുള്ളത്. നിങ്ങളിത് കളിക്കാനുള്ള പദ്ധതികളെ നീ കാണാത്ത ഇവ കാണുന്നത്. കുറച്ചാണ് മുമ്പിലാണ് നീ പറഞ്ഞത് നിന്റെ പേര് ജയരാമനാണ്. പെട്ടെന്ന് നീ ഇപ്പം നന്ദനായോ? തിരുത്തിയിട്ടുണ്ടോ? ശബരിമല വിഷയത്തിൽ നിങ്ങൾ തിരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് പറയണ്ടേ?
അല്ല, അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കാൻ അങ്ങനെ അംഗീകരിച്ചു സമയം തരാം. எனக்கு ஒண்ணுமே புரியலையே உங்களுக்குள்ள என்ன தகராறு മാങ്ങാത്തൊലി എഴുതി പോടോ വരാൻ്റെ പേപ്പർ വായിക്കണം മൂന്ന് പേര് ഇരിക്കുന്നത് ഞാൻ തരാം വസീഫിന്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ BJP ദുരുപയോഗം ചെയ്തു എന്നാണോ? BJPക്ക് ദുരുപയോഗം ചെയ്യാൻ പിണറായി വിജയന്റെ വലതു ഭാഗത്തിരിക്കുന്ന PR ഓഫീസർമാരാണ് വസീഫ്. ഞങ്ങൾ കൊടുത്തതല്ല, എന്ന് പറയുന്ന PR ഏജൻസിയാണ്. മനസ്സിലാക്കിക്കോ, ഞങ്ങളല്ല. പിണറായി വിജയൻ PR ഏജൻസിയാണ്. മനസ്സിലാക്കിക്കോ. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്, കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അന്വേഷണം എന്നുള്ള പേടിയിലാണ് ഈ BJPയുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ വെളിവായതിന്റെ ഞാൻ താങ്കൾക്ക് അവസരം തരാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചാലേ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ചെറുതായിട്ട് രാഷ്ട്രീയ സംവാദം അതിന്റേതായ മെറിറ്റിൽ നടക്കട്ടെ. ഒരു രാഷ്ട്രീയ സംവാദം അതിന്റേതായ അർത്ഥതലങ്ങളിൽ നടക്കട്ടെ. നിങ്ങൾ പരസ്പരം സംസാരിക്കല്ലേ. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോഴേക്കും വസീഫ് എന്തിനാ അങ്ങനെ പ്രകോപിതനാവുന്നത്? എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കും, വസീഫിന്റെ അവസരത്തിൽ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിങ്ങൾ ഈ വെറുതെ ഇരുന്നിട്ട് നുണ പറയരുത്. നിങ്ങൾ 3 പേരും വെറുതെ പറഞ്ഞിട്ട് താങ്കൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചല്ലോ, BJP ഉപയോഗിക്കുകയാണ്. BJP ഉപയോഗിക്കാൻ ഈ വാറോല എഴുതി കൊടുത്തത് പിണറായി വിജയന്റെ വലതുഭാഗത്തിലുള്ള PR ഏജൻസിയാണ്. PR ഏജൻസി പിണറായി വിജയന്റെ വലതുഭാഗത്തിരുന്നവരാണ്. ഇപ്പൊ BJP നേതാവ് പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത കാർഡാണ്. ഇവർക്ക് ആയുധങ്ങൾ കൊടുത്തതും നിങ്ങളാണ്. ശരി, നമുക്ക് ഈ ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. ഷിബു കംപ്ലീറ്റ് ചെയ്യൂ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? ഈ വിഷയം വർഗീയമായി ധ്രുവീകരണത്തിന്, രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ദുരുപയോഗം ചെയ്യാൻ BJP കാത്തു നിൽക്കുമ്പോ പിണറായി വിജയന്റെ വലതുഭാഗത്തിരുന്ന PR ഏജൻസി ഇങ്ങനെയൊന്ന് പറഞ്ഞിരിക്കുന്നു. ആ PR ഏജൻസിയുടെ പേര് പോലും ഇവിടെ വസീഫും മിണ്ടൂല, പിണറായി വിജയനും മിണ്ടൂല. ഈ PR ഏജൻസി എവിടുന്നാ വന്നത്? പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന PR ഏജൻസി വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമാണെന്ന്. ഇത് വളരെ അപകടകരമായ അജണ്ടയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഫലസ്തീൻ കാർഡ് കുറെ കളിച്ചു, അത് ചെലവാവില്ല എന്ന് കണ്ടപ്പോ ആ കാർഡ് താഴെ വെച്ചിട്ട് വേറൊരു കാർഡ് എടുത്ത് കളിക്കാൻ ഇവര്, അത് മലപ്പുറത്തിന്റെ നെഞ്ചത്തേക്ക് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാണ്. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. മലപ്പുറം അഭിലാഷ് ഒറ്റ കാര്യം, മലപ്പുറം ആരുടെ ഇവർക്ക് കുത്തക എഴുതി കൊടുത്തത്? ഇവരാരാ മലപ്പുറത്തിന്റെ? അല്ല, മലപ്പുറം എന്ന് പറയുന്നത് അവിടുത്തെ മുഴുവൻ ജനങ്ങളും മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മുഴുവൻ സമൂഹവും മലപ്പുറത്ത് മോശകരമായ സാഹചര്യം. കുത്തക ശരിയല്ല, ആർക്കും എവിടെയും ആരുടെയും കുത്തകയില്ല. നമ്മൾ വെറുതെ ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? മലപ്പുറത്തെയും സ്ഥാപനങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത് എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് കടന്നു വരാനുള്ള വിളിച്ചു പറയാ. നിങ്ങൾക്ക് അവകാശം കുത്തകയൊന്നല്ല മലപ്പുറത്ത് പോകാനാണെങ്കിൽ രാഷ്ട്രീയമായി കണ്ടാൽ മതിയല്ലോ, വ്യക്തിപരമാവണ്ട. നിങ്ങൾ തമ്മിൽ പരസ്പരം തർക്കിക്കണ്ട. വിഷയങ്ങളിലേക്ക് വരാം. അറിയോ? മതി രണ്ടുപേരും കേൾക്കും. ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ തമ്മിലുള്ള പരസ്പര തർക്കത്തിന്റെ വേദിയാക്കണം.
ചെയ്യട്ടെ. ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. വെറുതെ ലീഗ് CPM അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്പലക്കലാവണ്ട. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? മുസ്ലിം ലീഗ് ഒരു വർഷം മുമ്പ് ഉന്നയിച്ച കാര്യങ്ങളാണ് അൻവർ ഇപ്പൊ ഏറ്റുപറയുന്നത്. അന്നൊന്നും തിളക്കാതിരുന്ന ചോര ഇപ്പൊ തിളക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ നിസ്കാര തരമ്പിന്റെ കണക്ക് പറയുകയും ഇപ്പുറത്തു നിന്ന് പിണറായി വിജയൻ അതിനെ ആ ജില്ലയെ തന്നെ ഏതോ ഭീകരവാദത്തിന്റെ ചിത്രം നൽകുന്ന രീതിയിൽ PR ഏജൻസികളെ വെച്ച് വിഷയം മാറ്റുന്നതിനും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. എന്റെ പ്രിയങ്കരപ്പെട്ട സുഹൃത്ത് വസീഫ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് RSSന്റെ നേതാക്കന്മാരെ ഈ ADGP കണ്ടു എന്ന് വാർത്ത വന്ന മുതൽ സംസാരിക്കാൻ കഴിയാഞ്ഞത് ഇന്ന് സംസാരിച്ചങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചാണ്. ഒരു മാസം ഉണ്ടായിരുന്നില്ല. തലയിൽ മുണ്ടിട്ട് അടച്ച് മുറിക്കാതിരിക്കുകയായിരുന്നു RSSനെ കുറിച്ച് പറഞ്ഞപ്പോ. ഇല്ലേ, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങൾ തരാതരം എല്ലാ വർഗീയത നിങ്ങൾ പിന്തുണച്ചവരല്ലേ? നിങ്ങൾ എന്നാണ് RSSനെതിരെ പോരാടിയത്? വസീഫ, നിങ്ങൾക്കറിയോ 1977 അടിയന്തരാവസ്ഥ കാലത്ത് RSSനെ നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ച നേതാവിന്റെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാടുന്ന. RSSനെ നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ചതാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. നിങ്ങൾക്കറിയോ? ശവത്തി കുത്തരുത് ജഡ്ജിയമാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. എന്നതൊരു തെറ്റാ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? നിങ്ങൾ എന്നാ RSSന്റെ പിണിയാളുകളല്ലാതെ ഇരിക്കുന്നത്? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാനാ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. നിങ്ങൾക്ക് കേരളത്തിൽ RSSുമായിട്ട് കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ടുള്ള അന്തർധാരകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് തന്റെ വിശ്വസ്തനായ ADGP പോയിട്ട് RSSന്റെ നേതാക്കന്മാരെ 2 പേരെ 10 ദിവസത്തെ ഇടവേളയിൽ കണ്ടു എന്നുള്ള റിപ്പോർട്ട് പിറ്റേ ദിവസം കയ്യിൽ മേടിച്ചു വെച്ചിട്ട് 1.5 വർഷക്കാലം അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്തിയില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ RSSന്റെ കൂടാരത്തിലേക്ക് അജിത് കുമാറിനെ പറഞ്ഞു വിട്ടു തന്നെയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. അത് തന്നെയാണ് കണക്ക്. പൂരം കലക്കിയത് ഇത്രയും വലിയ വിഷയമാണ്. ഹിന്ദു ആചാരവും ഹിന്ദു കസ്റ്റംസും എല്ലാം എവിടെയെങ്കിലും മുറിവേൽക്കുന്നോ നോക്കി നടക്കുന്ന BJP. പക്ഷെ പൂരം കലക്കിയതിൽ BJPക്ക് അന്വേഷണം വേണ്ട. എന്താ BJPക്ക് അന്വേഷണം വേണ്ടാത്തത്? നിങ്ങൾക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്ന ആവേശം, ആ സുവർണാവസരം എന്താ തൃശ്ശൂർ ഇല്ലാണ്ട് പോകുന്നത്? കാരണം നിങ്ങൾ അന്തർധാര വെച്ച് നിങ്ങൾ ചെയ്തതാണ്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്ന് അങ്ങനെ അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി പ്രേമ, ഐ എം റിയലി സോറി. അപ്പൊ തരാതരം ഈ മലപ്പുറം ജില്ലയെ വർഗീയമായി ചിത്രീകരിക്കാൻ VS അച്യുതാനന്ദൻ മുഴുവൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ മുഴുവൻ ഈ വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്നാണ്. അത് തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി.